ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൈസെൽഫ് നിവ്യ സൈനിത്, വേദയുടെ അമ്മയാണ് കേട്ടോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലേഷ്യയിലെ അതിമനോഹരമായ ഒരു ഗ്രാമമാണ്. സെക്കിൻചാൻ എന്നാണ് പേര്. നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം നമുക്ക് അതിൻ്റെ കൂടുതൽ ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ. ഇത് നമ്മുടെ ക്യാപിറ്റൽ സിറ്റി കോലാലംപൂരിൽ നിന്ന് ഒരു 65 കിലോമീറ്റേഴ്സ് ദൂരം ഉണ്ടാവും. നമ്മുടെ ഡേ ടു ഡേ ബിസി ലൈഫിൽ നമുക്കൊരു റിഫ്രഷ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് വരാവുന്ന ഒരു ബെസ്റ്റ് പ്ലേസ് ആണിത്. ഇവിടെ ഇപ്പോൾ ആക്ച്വലി കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഇതുപോലെ വിളഞ്ഞു കിടക്കുന്ന പാടങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അതും നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പം അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. കുറച്ച് ഭാഗമൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കൊയ്ത്ത്. അപ്പോൾ ഇതുപോലെയാണ് ഇവിടെ കൊയ്ത്ത് നടക്കുന്നത്. ഫുള്ളി ഓട്ടോമേറ്റഡ് മെഷീനറീസ് വെച്ചിട്ടാണ് ഇവിടെ എല്ലാം ചെയ്യണത്. നമ്മുടെ നാട്ടിലെ പോലെ ആളുകളെ വെച്ചിട്ടല്ല ഇവിടെ കൊയ്ത്ത് ചെയ്യണത്. അതുപോലെ വെറൈറ്റി മെഷീനറീസും പല സൈസിലും ഉള്ളതും നമുക്കിവിടെ കാണാൻ സാധിച്ചു കേട്ടോ. ഇതാണ് കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുന്ന ഒരു ഭാഗം. ഇവർ കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അത് നല്ലപോലെ ഉണങ്ങിക്കഴിയുമ്പോൾ കത്തിച്ച് കളയും. അതാണ് ആ ബ്ലാക്ക് കളറിൽ നിങ്ങൾ കണ്ടത്. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അതിങ്ങനെ അണുനശീകരണമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത ഞാറുനടലും തുടങ്ങണേറ്റൊക്കെ മുമ്പ് മണ്ണ് കൂടുതൽ ഫെർട്ടൈലാവാനും അതിനൊക്കെ സഹായിക്കും. അപ്പം ഇവിടെ മാത്രമാണ് നമ്മൾ പാടത്ത് പണിയണ ആൾക്കാരെ കണ്ടത്. അതും വയസ്സായ 2 സ്ത്രീകളാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. ബാക്കി എല്ലാം മെഷീൻസ് വെച്ചിട്ടാണ് കേട്ടോ അവർ ചെയ്യണത്. പിന്നെ ഇവിടെ ഈ കൃഷിയുടെ ഇത് മാത്രമല്ല, ഇവർ ടൂറിസവും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ കുറേ ഹോം സ്റ്റേകളും ഇവിടെ തുടങ്ങിയിട്ടുണ്ട്, പാടങ്ങളുടെയൊക്കെ നടുക്കായിട്ട്. അപ്പം അങ്ങനെ ഒരു ഹോം സ്റ്റേയിലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അവിടെ ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. നല്ല വ്യൂ ആയിരുന്നു അവിടെ നിന്ന് നോക്കുമ്പോൾ. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇത് ആക്ച്വലി ഒരു ഫാക്ടറിയാണ് കേട്ടോ, റൈസ് പ്രോസസ്സ് ചെയ്യുന്ന ഫാക്ടറിയാണ്. നമുക്ക് അവിടെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. നമുക്ക് അവിടേക്ക് പെർമിഷൻ ഇല്ലായിരുന്നു എൻട്രിക്ക്. ഇത് അവരുടെ ഔട്ട്ലെറ്റാണ്. എല്ലാം പാക്ക് ചെയ്ത് നമുക്ക് ആവശ്യക്കാർക്ക് പോയി വാങ്ങാനും ഒക്കെ ആയിട്ട്. അവരുടെ പാക്കിങ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അത്രയും ടൈറ്റ് പാക്കിങ്ങും അതുപോലെ അത്രയും ഭംഗിയുമായിരുന്നു അവരുടെ പാക്കിങ് പ്രോഡക്ട്സ് കാണാനായിട്ട്. പല കളറിലും പല വെറൈറ്റിയിലുമാണ് അവർ. ഇവിടുത്തെ ലോക്കൽ ബ്രാൻഡാണ് കേട്ടോ. സെക്കിൻചാനിൽ തന്നെ ലോക്കൽ പ്രോസസ്സിങ് ചെയ്ത അരിയുടെ പാക്കറ്റുകളാണ് ഈ കാണുന്നത് മുഴുവൻ. പല വെറൈറ്റിയിലും പല കളേഴ്സിലാണ് അവർ പാക്ക് ചെയ്തിരിക്കുന്നത്. അത് ഒതുക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ അവിടെ അത്യാവശ്യം ലോക്കൽ സ്നാക്സും നട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യമാണെങ്കിൽ വാങ്ങാം. ഇതാണ് ഞാൻ പറഞ്ഞ വേറെ കൃഷികൾ. അതിലൊക്കെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ചെറുനാരങ്ങ എന്ന് പറയും. പക്ഷെ നമ്മുടെ നാട്ടിലെ ചെറുനാരങ്ങേനേക്കാളും ചെറുതാണിത്. ഇത് ഇവിടെ ലൈം ജ്യൂസ് നമ്മൾ പറയുമ്പോൾ അതിലവർ ഈ നാരങ്ങയാണ് അതിൽ യൂസ് ചെയ്യുക. അതിൻ്റെ കൃഷിയാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഇപ്പം കാണുന്നത് പേരയ്ക്ക ഉണ്ടല്ലോ, അത് അവർ കവറിൽ കെട്ടി വെച്ചിരിക്കുകയാണ്, നമ്മുടെ നാട്ടിൽ ചെയ്യണ പോലെ തന്നെ. ഏറ്റവും കൂടുതൽ ഇവിടെ നെൽകൃഷി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലെമണും പിന്നെ ഈ പേരയ്ക്കയാണ്. ഇത് ഞങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ എടുത്തതാണ്. അതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ. കാരണം നമുക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ല, ചെറിയൊരു വഴിയാണ്. അപ്പോൾ നമുക്ക് വണ്ടി നിർത്തി വീഡിയോ എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇവിടെ ചിക്കൂസ് ഉണ്ടായിരുന്നു. പിന്നെ ബ്ലൂ കളറിൽ കാണുന്നത് പേരയ്ക്ക, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ അതുപോലെ നമ്മുടെ നാട്ടിലെ
മാവ്, ഒരുപാട് മാമ്പഴത്തോട്ടങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. ഈ കാണുന്നതെല്ലാം മാമ്പഴത്തോട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കൃഷികൾ. കണ്ടോ എന്ത് ഭംഗിയിലാണല്ലേ ലെമണൊക്കെ ഉണ്ടായി നിൽക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നും. അവിടെ നിന്ന് ഞങ്ങൾ പോയത് ഒരു ചൈനീസ് ടെമ്പിളിലേക്കാണ് കേട്ടോ. നാൻ ടിയാൻ ടെമ്പിൾ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഒരുപാട് പഴക്കമുള്ള ടെമ്പിളാണ്. 1982 എങ്ങാണ്ടാണ് ഇത് തുടങ്ങി വെച്ചത്. ഇത് പാടശേഖരത്തിൻ്റെ നടുക്കായിട്ടാണ് ഈ ടെമ്പിൾ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയിൽ അവർ ചെയ്തിട്ടുണ്ട്. 2000 ഇതിൻ്റെ എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ ചെയ്തത്. നല്ല ഭംഗിയിൽ നമുക്ക് എവിടെ പോയാലും അവിടെ അവർ ചന്ദനത്തിരി കത്തിക്കണത് കാണാം. അത് നമ്മുടെ നാട്ടിലുള്ള നോർമൽ ചന്ദനത്തിരി പോലത്തെ അല്ല. ഓരോ ടെമ്പിളിനും വെറൈറ്റി ഉണ്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ കോയിൽ പോലെ തൂക്കിയിട്ടിരിക്കുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. കണ്ടോ അത് കത്തിച്ച് വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി തിരിച്ചു പോകുമ്പോഴാണ് ഇത് നമ്മൾ കണ്ടത്. ഇത് സെക്കിൻചാൻ ടെർമിനൽ എന്നാണ് പറയുക. ഇത് ഒറിജിനൽ പ്ലെയിൻ തന്നെയാണ് കേട്ടോ. ഇത് അവർ ഒരു പ്രീമിയം ഔട്ട്ലെറ്റായിട്ട് ഫ്യൂച്ചറിൽ ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. നമുക്ക് അവിടേക്ക് കടക്കാനുള്ള പെർമിഷൻ ഇല്ല. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.